ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവായിട്ടുള്ള ഒരു സിനിമയാണ് എന്ന് പറഞ്ഞു. ക്രൈം ത്രില്ലറാണ് അല്ലേ? അതിന് പറ്റിയ ആളിനെ തന്നെ ഞാൻ ടിനി ടോം. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു സിനിമ നടനാണ്. വളരെയേറെ സന്ദർഭങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് എന്നെ അദ്ദേഹം ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് ഏഷ്യാനെറ്റിന് വേണ്ടി. വളരെയേറെ സന്ദർഭങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് ഇടപെട്ടിട്ടുണ്ട്. മലയാള സിനിമയിലെ ഏറ്റവും ഭാവിയുള്ള ഒരു നടനായിട്ടാണ് ഞാൻ ടിനി ടോമിനെ കാണുന്നത്. ആരൊക്കെ അദ്ദേഹത്തെ മാറ്റി നിർത്താൻ ശ്രമിച്ചാലും സ്വന്തം കഴിവുകൊണ്ട് ഉജ്ജ്വലമായ നിലയിൽ തൻ്റെ അഭിനയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ സിനിമയിലാണെങ്കിൽ ഏത് രംഗത്താണെങ്കിലും ആരെങ്കിലും കൈപിടിച്ച് ഉയർത്തണം. ആരും കൈപിടിച്ച് ഉയർത്താതെ സ്വന്തം കഴിവുകൊണ്ട് ഇന്ന് മലയാളികളുടെ ഹൃദയത്തിൽ നിൽക്കുന്ന ഒരു നടനാണ് ടിനി ടോം. അദ്ദേഹം അഭിനയിക്കുന്ന ഒരു സിനിമ എന്നുള്ള നിലയിൽ ഇതിലേക്ക് ക്ഷണിച്ചപ്പോൾ തന്നെ ഞാൻ സമ്മതിച്ചത് അതുകൊണ്ട് കൂടിയാണ്. അതോടൊപ്പം തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ശ്രീ സന്തോഷ് മോഹൻ പാലോട്. ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ആളാണ്. സംസ്കാര സാഹിത്യയുടെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹമാണ് ഇതിൻ്റെ സംവിധാനം നടത്തിയിട്ടുള്ളത്. ഒരു പുതിയ സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഇനിയും കൂടുതൽ ഭാവി ഉണ്ടാകട്ടെ. അതിനുള്ള സൂചനയാണ് ഇന്നത്തെ ഈ പോലീസ് ഡേ എന്നുള്ള സിനിമ 25 ദിവസം മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ സഹോദരി അൻസിബ ഹസൻ അല്ലേ, അത് നമ്മുടെ ദൃശ്യത്തിലെ മോഹൻലാലിൻ്റെ മകളായിട്ട് അല്ലേ, മകളായിട്ടൊക്കെ അഭിനയിച്ചവരൊക്കെ പിന്നെ നായികമാരായിട്ട് അഭിനയിക്കുന്നു. അങ്ങനെ വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ദൃശ്യ സിനിമ എല്ലാവരും കണ്ടതാണ്. അപ്പം വളരെയേറെ വാഗ്ദാനം നൽകുന്ന വളരെയേറെ കഴിവുകളുള്ള ആ കൊച്ചു സഹോദരിയെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ദീർഘമായി സിനിമ കാണാത്ത കൊണ്ട് കൂടുതൽ പറയാൻ കഴിയുന്നില്ല. സിനിമ കാണാൻ വളരെ ചുരുക്ക അവസരങ്ങളെ ഞങ്ങൾക്കൊക്കെ ലഭിക്കാറുള്ളൂ. ഏതായാലും ഈ പോലീസ് ഡേ എന്ന സിനിമ ഞാൻ കാണും. അതിവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ കണ്ടിരിക്കും. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഈ പോലീസ് ഡേ എന്ന സിനിമ പോലീസിന് നല്ല പേരാണെങ്കിൽ ഉണ്ടായി കൊടുക്കുന്നു അല്ല, പോലീസുകാരെ മോശമാക്കരുത്. കാരണം അവർ വളരെയേറെ കഠിനമായ പരിസ്ഥിതിയിൽ പ്രവർത്തിക്കുന്നവരാണ് പോലീസ്. പലരും അത് അറിയുന്നില്ല. നമ്മളെല്ലാവരും പോലീസുകാരെ കുറ്റപ്പെടുത്തും. പക്ഷെ പോലീസുകാർ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ഡ്യൂട്ടിക്കളിൽ ഉണ്ടാകുന്ന യാതനകളും വേദനകളും ആരും അറിയുന്നില്ല. ഞാൻ ഈ രംഗത്ത് ഉണ്ടായിരുന്ന ഒരാളെന്നുള്ള, ഈ രംഗം കൈകാര്യം ചെയ്ത ഒരാളെന്നുള്ള നിലയിൽ എനിക്കറിയാം. ശരി ചെയ്താലും കുറ്റം, തെറ്റ് ചെയ്താലും കുറ്റം. അപ്പം നൂൽപ്പാലത്തിലൂടെയുള്ള യാത്രയാണ് ഒരു പോലീസുകാരൻ്റേത്. ഏതായാലും ടിനിറ്റും അത് നന്നായി അഭിനയിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഈ സിനിമ കൂടുതൽ ദിവസം ഓടട്ടെ. അത് കഴിഞ്ഞ് OTT പ്ലാറ്റ്ഫോമിലേക്ക് വരട്ടെ. അന്നേരമെങ്കിലും എനിക്ക് കാണാൻ അവസരം കിട്ടട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഇതിൻ്റെ സംവിധായകൻ സന്തോഷ് മോഹൻ പാലോട് ഞങ്ങളോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഭാവിയിൽ ഒത്തിരി നല്ല സിനിമകൾ ചെയ്യാൻ അദ്ദേഹത്തിന് അവസരം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രത്യേകം ആശംസിക്കുകയാണ്. ആരാ കഥ എഴുതിയ? മനോജ് ഇവിടെ എവിടെ? മനോജിനെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഒരിക്കലും പ്രേം നസീറിനെ അദ്ദേഹം മോശക്കാരനായി ചിത്രീകരിച്ചിട്ടില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. ടിനി ടോമിനെ അറിയാവുന്ന ഒരാളെന്ന് പറയുന്നത് ആരെയും ഇകഴ്ത്തി കാണിക്കുന്ന സ്വഭാവം അദ്ദേഹത്തിനില്ല. നല്ല കലാകാരൻ, നല്ല നിലയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന വ്യക്തി എന്ന നിലയിൽ ടിനി ടോം ഒരിക്കലും അങ്ങനെ മലയാള സിനിമയുടെ എന്നത്തെ നിത്യയൗവനമായ നിത്യഹരിത നായകനായ പ്രേം നസീറിനെ പറ്റി പറയില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. അത് അദ്ദേഹം ഇവിടെ പറയും. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഭാവിയിൽ കൂടുതൽ സിനിമകൾ സംവിധാനം ചെയ്യാൻ സന്തോഷ് മോഹൻ പാലോടിനും കഴിയട്ടെ. ടിനി ടോമിന് ഇപ്പം തന്നെ ധാരാളം സ്റ്റേജുകൾ അല്ലാതെയും ഉണ്ട്. സിനിമ വിളിച്ചില്ലെങ്കിൽ അദ്ദേഹം സ്വന്തം വേദികൾ കണ്ടെത്തുന്ന ആളാണ്, സ്വന്തമായ വേദികൾ കണ്ടെത്തുന്ന ആളാണ്. അവിടെ ഞാൻ പറഞ്ഞു, ആർക്കും മാറ്റി നിർത്താൻ കഴിയാത്ത അതുല്യനായ ഒരു കലാകാരനാണ് ശ്രീ ടിനി ടോം എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. ജയ്.
പ്രോത്സാഹിപ്പിക്കാം. കൈയടിക്കുന്നത് നല്ല എക്സസൈസ് ആണ്. അടുത്തതായി നമ്മുടെ ഈ സിനിമയുടെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ശ്രീ ടെനിച്ചേട്ടനെയാണ്. ടെനിച്ചേട്ടനുള്ള ആദരവ് കൊടുക്കാനായിട്ട് സാറിനെ ക്ഷണിക്കുകയാണ്. നമ്മുടെ ഈ സിനിമയിലെ ഹീറോയിനായിട്ടുള്ള അൻസിബയുടെ ആദരവ് കൊടുക്കാനായിട്ട് സാറിനെ ക്ഷണിക്കുകയാണ്. നമ്മുടെ സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ടുള്ള ശ്രീ മനോജ് സാറിനെ ക്ഷണിക്കുകയാണ്. മനോജ് ഐജി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. നമ്മുടെ സിനിമയുടെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ഷാജി മാറഞ്ചൽ ചേട്ടനെ ക്ഷണിക്കുകയാണ് ആദരവ് ഏറ്റുവാങ്ങാനായി. അടുത്ത മറ്റൊരു പ്രൊഡ്യൂസറും നടനുമായിട്ടുള്ള നമ്മുടെ സദാനന്ദ സിനിമാസിന്റെ നമ്മുടെ സിനിമയിലെ മറ്റൊരു താരമായ രമ്യ മനോജ് പ്രധാന വേഷം ചെയ്ത രമ്യ മനോജിനെയും ഈ വേദി ക്ഷണിക്കുന്നു. നമ്മുടെ പ്രിയ